ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നാണ് കേട്ടോ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് രാവിലെ കൊടുക്കാനായിട്ട് ഒരു 1/2 kg കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കേക്കായിരുന്നു അന്ന് രാവിലത്തെ ഓർഡർ. അപ്പോൾ രാവിലെ ആ ഒരു കേക്കൊക്കെ ഡെലിവറി നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളൊക്കെ അടച്ച് പിന്നെ ഓണം കൂടിയാണല്ലോ, അപ്പോൾ മക്കൾക്ക് അന്ന് സദ്യ വേണമെന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം സദ്യയിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നബിദിനത്തിനുള്ള കേക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, മക്കൾ കഴിക്കുന്ന കറികളൊക്കെ ഒരു 5-6 എണ്ണം സെലക്ട് ചെയ്തിട്ട് അത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് പിന്നെ ഞാൻ ആദ്യം തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് വേഗം തന്നെ. അപ്പോൾ രാവിലെ ഒരു 8 മണിക്കായിരുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം വിചാരിച്ച കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് പിന്നെ കുട്ടികളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏതായാലും എല്ലാവരും എണീറ്റപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ രാവിലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശയാണ് ഇപ്പോൾ ഇന്ന് അതിലേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ 12 മണിയൊക്കെ ആയപ്പോഴേക്കും കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടപ്രഥമനായിരുന്നു കേട്ടോ പായസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കറികളായിട്ട് ഓലൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് വെണ്ടക്ക കിച്ചടി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വെണ്ടക്ക ഫ്രൈ ചെയ്ത് വേറെ ചെറിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അത് ഒരു കഴിക്കുന്ന ടൈമിലേ ഇടുള്ളൂ കേട്ടോ അതിലേക്ക്. പിന്നെ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പൈനാപ്പിൾ പച്ചടി, പിന്നെ അതുപോലെ
അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തോരനായിട്ട് കാബേജ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് വെണ്ടക്ക കിച്ചടിയിലേക്ക് ഫ്രൈ ചെയ്തിടാനുള്ള വെണ്ടക്കയാണ്. പിന്നെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മോര് പിന്നെ വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അത് പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ, ഉപ്പിട്ട് നേരെ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഉച്ചത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ പിന്നെ വേഗം തന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ശേഷം പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പിന്നെ കേക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നബിദിനത്തിനൊന്ന് രാവിലെ കൊടുക്കാനായിട്ട് ഒരു 650 പീസ് ഡ്രീം കേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടല്ലോ, അന്ന് കേക്ക് സ്പോഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കണ്ടെയ്നറിൽ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അടുത്തത് പിന്നെ നമ്മൾ ഐസിങ് മാത്രം ചെയ്താൽ മതിയല്ലോ, അത് ആ ഒരൊറ്റ ഡേ കൊണ്ട് ചെയ്യാച്ചിട്ടായിരുന്നു സ്പോഞ്ചിൻ്റെ കാര്യങ്ങൾ തലേ ദിവസം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ആ ഒരു ബോക്സൊക്കെ ടേബിളിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോക്സെല്ലാം അടച്ച് വെച്ചിട്ടാണല്ലോ സ്പോഞ്ച് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കണം കേട്ടോ. അത് അത്യാവശ്യം ഒരു പണിയുള്ള കാര്യമായിരുന്നു. കാരണം അന്ന് ഒരു എളുപ്പത്തിന് അങ്ങനെ ചെയ്തെങ്കിലും ഈ ഒരു ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആക്കി എടുക്കൽ അത് കുറച്ച് റിസ്ക് ആയിരുന്നു കേട്ടോ. പിന്നെ അല്ല ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. കാരണം അറിയില്ലല്ലോ നമ്മൾ ആദ്യം തന്നെ എങ്ങനെ എന്താ ചെയ്യുന്നതല്ലേ, എളുപ്പമായിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴെല്ലാം അറിയാം നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്കാണ് പറ്റുന്നത് എന്നുള്ളത്. പിന്നെ ഈ ഒരു വർക്ക് ചെയ്യാൻ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. ഫാമിലി, കുട്ടികളായാലും മമ്മി ആയാലും ഒക്കെ എല്ലാവരും ഫുൾ സപ്പോർട്ടായി. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരേപോലെ വർക്ക് ചെയ്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ആ ഒരു ബോക്സൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ബോക്സും ഓപ്പൺ ആക്കിയതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പിലും ടേബിളിലൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുമ്പോൾ എല്ലാ കേക്കും വെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ഐസിങ് തുടങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ എളുപ്പമാവും. അങ്ങനെ ഇതാ ഷുഗർ സിറപ്പൊക്കെ വെച്ച് എല്ലാ കേക്കും വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് ചെയ്ത എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അതിൽ കൂടുതൽ നല്ല ഹാർഡ് വർക്കും കൂടി വേണം. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കാരണം ഞാൻ ആദ്യമൊക്കെ ഈ ഒരു ചെറിയ കണ്ടെയ്നറിൽ ഇതുപോലെ കേക്ക് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര എളുപ്പമാണല്ലോ ചെയ്യാൻ, അത്ര വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല വർക്കാണ്, നല്ല അധ്വാനം തന്നെ വേണം. അത്യാവശ്യം ഇതുപോലെ ബൾക്കായിട്ടുള്ള ഓർഡറൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല അധ്വാനം വേണ്ടി വരും കേട്ടോ. നമുക്ക് ബാക്ക് പെയിനും കൈവേദനയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു 3-4-5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താലേ ഈ ഒരു കേക്ക് നമുക്ക് ഫിനിഷ് ആക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫസ്റ്റ് ലെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടോ. പിന്നെ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ മോള് കൂടി ക്രീം ഇതുപോലെ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓരോരോ പാക്കറ്റ് ക്രീമായിട്ടായിരുന്നു ഞാൻ വിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് ക്രീം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാക്കറ്റ് ക്രീം വിപ്പ് ചെയ്യുക അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു പാക്കറ്റ് ക്രീം വിപ്പ് ചെയ്യുന്ന ആ ഒരു ഇടവേളയിലാണ് നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ടൈം അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശം 1 മണിക്കൂർ കൊണ്ടൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഐസിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അടുത്ത ലെയറായിട്ട് ചോക്ലേറ്റ് ഗണേശാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗണേശ് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗണേശ് ചൂടാറുമ്പോൾ അത് തിക്കായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒഴിക്കാനുള്ള ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ചായിട്ടായിരുന്നു ഗണേശ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 2 ചോക്ലേറ്റ് വെച്ചിട്ട്
അതായത് 500 ഗ്രാമിൻ്റെ ഓരോന്ന് അങ്ങനെ 2 ചോക്ലേറ്റ് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗണേശ് തിക്കാവുമ്പോൾ പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഒഴിക്കാനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ഇപ്പം കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ എല്ലാ കേക്കിലും കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തതായിട്ട് ഈ ഒരു ബോക്സ് അടച്ച് വെച്ചിട്ട് പിന്നെ ഇനി ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ അടുത്ത പണി. അപ്പോൾ ഇനി അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഓരോ സൈഡിൽ നിന്നായിട്ട് ഈ ഒരു കണ്ടെയ്നർ അടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ബോക്സുകളൊക്കെ അടച്ച് വെക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ടേബിൾ ക്ലീൻ ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു. കാരണം കൊക്കോ പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ മമ്മി തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സൈഡിൽ നിന്ന്. പിന്നെ മോളെ പറ്റി പറയാന്നുണ്ടെങ്കിൽ സാറ ബേബി നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ. അവൾ ഇതുപോലെ ഇങ്ങനെ അവൾക്ക് ഓരോ ബോക്സ് ഇങ്ങനെ അടക്കാനായിട്ട് നല്ലോണം അവൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യാൻ. അതുപോലെ ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ അവളായിരുന്നു കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ ഫൈനലി എല്ലാ കേക്ക് ബോക്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതെല്ലാം ഫ്രിഡ്ജിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വേഗം ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടു. കാരണം ഒരാൾ ഫ്രിഡ്ജിൽ വെക്കുക, അടുത്ത ആൾ കേക്ക് ബോക്സ് എടുത്ത് കൊടുക്കുക, അങ്ങനെ ഒരു 2-3 ആളായിട്ട് നിന്നിട്ട് ആ ഒരു ബോക്സസ് എല്ലാം വേഗം തന്നെ ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗിൽ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.